ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് അല്ലെങ്കിൽ SSLC മാത്രം കഴിഞ്ഞ് വിദേശങ്ങളിലൊക്കെ പോയി വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്ത കോടീശ്വരന്മാര് മലയാളികളുണ്ട്. പേര് ഞാൻ അവിടെ പറയേണ്ടതില്ല. അവരെക്കാളും വിദ്യാഭ്യാസത്തിൽ, സർട്ടിഫിക്കറ്റിൽ എത്രയോ മുൻപന്തിയിലുള്ളവർ അവരുടെയും മുമ്പ് വിദേശത്ത് പോയി ഈ കളി തുടങ്ങിയവരാണ്. അവരിപ്പോഴും ജീവനക്കാരാണ്, പണിയെടുക്കുന്നവരാണ്. ഇദ്ദേഹമാണെങ്കിലോ പണമെടുക്കുന്നയാളാണ്, പണിയെടുക്കുന്നില്ല. നമുക്ക് ആരെയാണ് മാതൃകയാക്കാൻ പറ്റുക? അല്ലെങ്കിൽ ആരെയാണ് നമുക്ക് ആശിക്കാൻ പറ്റുക, പ്രതീക്ഷിക്കാൻ പറ്റുക? കഠിന പ്രയത്നം നടത്തി വിജയിച്ചവർ. മക്കളെ, തുലാം ചുരുക്കാണ് പ്രയത്നങ്ങളും പരിശ്രമങ്ങളും. ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ തളർത്തുന്നില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, യോഗ്യതകൾ, പഠനങ്ങൾ, പരീക്ഷണങ്ങൾ, പരിശ്രമങ്ങൾ, കഠിനമായ പ്രയത്നങ്ങൾ, ഇതെല്ലാം വിജയിച്ചു മുന്നേറുക എന്ന അവസ്ഥയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സാധിച്ചു തരുന്നുള്ളൂ എന്ന സത്യം അത് ചരിത്രമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള വലിയ പണക്കാരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ കേരളത്തിലെ 10ൽ 1 എന്ന് പറയാവുന്ന കോടീശ്വരന്മാരുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. SSLC കഴിഞ്ഞവരുണ്ട്, അതിലപ്പുറം പോയിട്ടില്ല. അവര് നടത്തുന്ന കോടീശ്വരന്മാരായ അവരുടെ കമ്പനികളിൽ PhD-യും പിന്നെയും എത്രയോ സർട്ടിഫിക്കറ്റുകളുള്ളവർ അവരുടെ പണിക്കാരാണ്. ഇവരാരായി മാറി? എന്താണ് ഇതിന്റെ രഹസ്യം? പഠനം കൊണ്ടും പരിശ്രമം കൊണ്ടും നേടുകയില്ല എന്നല്ല, അതല്ല വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന ഒരു തത്വത്തിലേക്ക് പുതിയ തലമുറ വളരണം. അതിലും അപ്പുറമുള്ള ചിലതൊക്കെ ഉണ്ട്. എന്താണ് മാർഗം? പ്രിയപ്പെട്ട മക്കളെ, അതിന് മറ്റൊന്നുകൂടെ ഉണ്ട്. ഒന്നുകൂടെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം വിദ്യാഭ്യാസം, പരിശ്രമവും കഠിന പ്രയത്നവും മാത്രമല്ല. അതൊക്കെ നിശ്ചിതമായ ഒരു അളവിലേ സഹായിക്കുന്നുള്ളൂ. അതിലുമൊക്കെ അപ്പുറം പടച്ച തമ്പുരാന്റെ കടാക്ഷം, ഈശ്വരീയമായ കൃപ. അപ്പൊ അതുണ്ടെങ്കിലേ കഴിയുള്ളൂ അല്ലേ? അതിനുണ്ടാനെന്താ മാർഗം? ഈശ്വരീയ കടാക്ഷം, കൃപ എന്ന് പറയുന്ന ആ മഹാഭാഗ്യ സംഭവത്തെ നമുക്ക് നേടാൻ കഴിയും. അതിനാരാവണം? നേടണം എന്ന ബോധത്തോടുകൂടി ചിലത് ചെയ്യാനുണ്ട്. ലക്ഷ്യം വേണം, സ്വപ്നം വേണം, ഞാൻ എന്താകണം എന്ന പരിശ്രമ ബോധം വേണം. അതുകൊണ്ടൊന്നും ആയില്ല. ലക്ഷ്യസാധ്യത്തിന് എന്ത് വേണം? പടച്ച തമ്പുരാന്റെ കടാക്ഷം, ഈശ്വരീയമായ കൃപ. അതിനുണ്ടാനെന്താ മാർഗം? കഥകളിൽ നിന്ന് തുടങ്ങാം. പക്ഷെ അത് പുതിയ തലമുറയോടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അവഗണിക്കുമെന്നൊരു ഭയം. അതത്ര ബുദ്ധിപരമല്ല, അതത്ര ലോജിക്ക് ഓക്കെ അല്ല. ലോജിക്ക് ഓക്കെ ആവുക എന്നത് അനുഭവ സത്യങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് ഓക്കെ ആണോ നോക്കുക. അത്രേ മറുപടി പറയുന്നുള്ളൂ. എന്താണ് മാർഗം? ബുദ്ധിയല്ല വിജയത്തിന്റെ മാനദണ്ഡം. ഞാൻ ഭാരതീയമായ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി യൂറോപ്പും ലോകവും മുഴുവൻ കൊണ്ടു നടക്കുന്ന ആദിശങ്കരൻ, ശങ്കരാചാര്യൻ. ശങ്കരാചാര്യരുടെ കാലടിയിലുള്ള ആശ്രമത്തിൽ വളരെ മുമ്പ് പോയി പ്രഭാഷണം നടത്താനുള്ള അവസരം ഈ വിനീതന് മുമ്പുണ്ടായിരുന്നു. അന്നു മുതൽ ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ചരിത്രവും കഥയൊക്കെ പറയാറുണ്ട്. അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചു പോയ പ്രതിഭാധനരിൽ ഇന്നും ഭാരതം ഓർക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്, വലിയൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ചിലരൊക്കെ പറയുന്നത് ആദിശങ്കരന്റെ സ്ഥാപനത്തിൽ ശൃംഗേരി മഠത്തിൽ പഠിക്കുന്ന ബുദ്ധിമാന്മാരായ ജ്ഞാനികളായ പ്രതിഭാശാലികളായ ആളുകളുടെ ഇടയിൽ അല്പം ബുദ്ധി കുറഞ്ഞ മന്ദബുദ്ധി എന്ന് ആരോപിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടിരുന്ന ആളാണ് ഗിരി. പേര് ഗിരി എന്നായിരുന്നു. ലോജിക്ക് മാറ്റിവെക്ക് പ്ലീസ്. ലോജിക്കിൽ ഇത് കൊള്ളുന്നില്ലല്ലോ, കൊള്ളൂല. അനുഭവത്തിൽ കൊള്ളുന്നുണ്ടെങ്കിലോ, ചരിത്രം സാക്ഷ്യമാണെങ്കിലോ,
പ്രയോഗം കൊണ്ട് അത് സമ്മതിക്കാതെ നിർവാഹമില്ലെങ്കിലോ ഭാരതീയമായ ധന്യമായ സമ്പന്നമായ പൈതൃകത്തെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. ആരെങ്കിലും വേറെ ഏതോ വഴിക്കൊക്കെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിനീതമായി അപേക്ഷിക്കുന്നു, ഭാരതീയ ധന്യത, ദർശനങ്ങളുടെ, നിറവാർന്ന ചിന്തകളുടെ, വിശാലമായ കാഴ്ചപ്പാടുകളുടെ വലിയ ഒരു പൈതൃക ഭൂമിയാണ് നമ്മുടെ രാജ്യം. അവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിപ്പിച്ച മഹർഷിമാരും നാഥന്മാരും നൽകിയ വലിയ മുതലുണ്ട്. പക്ഷെ നമ്മളേലും അതുപോലെ ഉണ്ട് എന്ന് പഠിച്ചാൽ പോരെ? അതിലും മേലെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. പണ്ടേ മന്ദബുദ്ധിയായി ആരും അത്രയൊന്നും ഗൗനിക്കാത്ത ഒരാളായിരുന്നു അത്ര ഗിരി. എന്നിട്ട് ക്ലാസ് എടുക്കാൻ ശൃംഗേരി മഠത്തില് ആദിശങ്കരൻ, ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചൊരിഞ്ഞു കൊടുക്കലായിരുന്നു, പകർന്നു കൊടുക്കലായിരുന്നു. അത്തരം മഹാഗുരുക്കന്മാരൊന്നും കാതിലേക്ക് പറഞ്ഞു കൊടുത്തവരല്ല. അവരൊക്കെ മനസ്സകങ്ങളിൽ നിന്ന് മനസ്സിലേക്ക് കോരിച്ചൊരിഞ്ഞു കൊടുത്തവരായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ഉയർന്ന ജ്ഞാനികളാണ്, വലിയ പ്രതിഭാധനന്മാരാണ്. ഈ ഗിരി എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരു 5 മിനിറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അത്രേ. ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഭാരതീയമായ ചരിത്രത്തിലൊക്കെ ഉള്ളതാണ്. അങ്ങനെ സ്വാമിജി ആണെങ്കിലോ ശങ്കരാചാര്യർക്ക് ഈ കുട്ടിയെ വലിയ കാര്യമാണ്. കുറച്ച് 5 മിനിറ്റ് കുറവാന്നൊക്കെ ജനങ്ങൾ പറഞ്ഞാലും അത് വല്ലാതെ അങ്ങോട്ട് അംഗീകരിക്കും. എന്നാൽ അദ്ദേഹം എന്താ സ്വീകരിച്ചത്? ഗുരുകൃപയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം. എല്ലാവരും പുസ്തകങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കളൊക്കെ മനഃപ്പാടമാക്കുന്ന സമയത്തും ഗിരി എന്ന മോൻ ഗുരുനാഥനെ സേവിക്കും. ശങ്കരാചാര്യരുടെ വസ്ത്രം അലക്കി കൊടുക്കുക, തൊട്ടപ്പുറത്തെ പുഴയിൽ പോയി, കാലടിയൊക്കെ അറിയാലോ, ശൃംഗേരിയിലും ഉണ്ട് പുഴ, അവിടെയൊക്കെ ചെന്ന് ഗുരുനാഥന്റെ വസ്ത്രം അലക്കി കൊടുക്കുക, അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹം ജ്ഞാന തപസ്സിലിരിക്കുമ്പോഴും ഗുരുവിന്റെ ശരീരസുഖത്തിനു വേണ്ടി സേവിക്കുക. ഇന്നത്തെ പ്രസംഗത്തിലൊന്നും ഇത് വരാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം തെരഞ്ഞെടുത്തതാ. ഗുരുവിന്റെ ശരീരത്തിനെ സേവിക്കുക, അദ്ദേഹത്തിന് ആഹാരം സമയത്തിന് കൊടുക്കുക, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞു കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഗുരു എന്നുള്ളിടത്ത് എന്ത് വെക്കണോ? ഉമ്മാന്ന് വെച്ചോ. ഇന്നത്തെ ക്ലാസ് ഫലപ്രദമാവണമെങ്കിൽ എന്ത് വേണം? ഉമ്മയുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുക, ബാപ്പായുടെ ഉദ്ദേശത്തിനനുസരിച്ച് നീങ്ങുക. അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാളുടെ ആഗ്രഹം കണ്ടറിഞ്ഞ് ചെയ്യുക, പറയുന്നതിന് മുൻപ് ചെയ്യുക. ഈ ഗിരിയുടെ ചരിത്രം പറയുന്നത്, ഒരിക്കൽ ക്ലാസ്സിലിരുന്നു. അപ്പോഴ് ശങ്കരാചാര്യർ ദർസ് തുടങ്ങുന്നില്ല. ഉപനിഷത്ത് വ്യാഖ്യാനത്തിലെ തത്വമസി പഠിപ്പിച്ച ആളല്ലേ. ഇത് ഇന്നെ സ്വാധീനിച്ച ഒരു സംഭവമായതുകൊണ്ട് ഞാൻ പറയാം. ശങ്കരാചാര്യർ പറഞ്ഞു, എവിടെ നമ്മുടെ ഗിരി? അവൻ വന്നില്ലല്ലോ. അപ്പം മിടുക്കന്മാര് പറഞ്ഞു, അവർക്ക് എന്തൊരു പേരുണ്ടല്ലോ, പഠിപ്പിസ്റ്റുകൾ. അയാളെ കാത്തിരിക്കുക ക്ലാസ് തുടങ്ങാൻ. അയാൾ 5 മിനിറ്റ് കുറവുണ്ടായാലും ലാഭാ മക്കളെ, 5 മിനിറ്റ് കൂടിയാലും ലാഭാ. നോർമൽ ആയാലാ കുഴപ്പമോ? ഇതൊന്നും തിരിയൂല, കുറച്ച് കഴിയുമ്പൊക്കെ തിരിയും. പക്ഷെ വല്ലാത്ത പരിഹാസം സദസ്സിൽ നിന്ന് മിടുക്കന്മാരെന്ന് തോന്നുന്ന വലിയ വലിയ ശിഷ്യന്മാര് പറഞ്ഞപ്പോഴ് ഗുരുവിനങ്ങ് തോന്നിയത്രേ, ആ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനിക്കണം. ഭാരതീയരായ ഹൈന്ദവ വേദാന്തികളൊക്കെ സമ്മതിക്കുന്ന ഒരു കഥയാണിത്. ഇതുപോലെ നിരവധി കഥ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. മുഹമ്മദ് അലി പാഷയുടെ കഥയ്ക്ക് വേണ്ടി ഒരു കൂട്ട് ഞാനിത് പറയാ. പെട്ടെന്ന് ഗുരുവിന് തോന്നിയതാണത്രേ, ഈ കുട്ടിയെ കഴിവുള്ള ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ മിടുക്കനായി എൻ്റെ പിൻഗാമികളിൽ ഒന്നാമനായി വളർത്തണം. ഒരു നിമിഷ നേരത്തെ മഹാഗുരുവായ ശങ്കരാചാര്യരുടെ സന്മനസ്സിൽ നിന്ന് വിരിഞ്ഞ ഒരു പ്രാർത്ഥനാ തിരുനോട്ടം. പുഴയിൽ നിന്ന് ഗുരുവിന്റെ വസ്ത്രമലക്കുകയാണ്. ഗുരു പറഞ്ഞു, അവൻ വന്നിട്ടേ ക്ലാസ് തുടങ്ങൂ. പെട്ടെന്ന് ഗിരി, ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഗിരിയെ തിരിഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ തിരിയും. അദ്ദേഹം പെട്ടെന്ന് വരുന്നത് എങ്ങനെയാ?
ഭാരതം അന്ന് വരെ കാണാത്ത സംസ്കൃതത്തിലെ അതുല്യമായ ശ്ലോകം. ഇന്നും അത് അറിയപ്പെടുന്നതാണ്, എല്ലാവരും പഠിച്ചതുമാണ്. തോടകാചാര്യൻ ശങ്കരാചാര്യര് സമാധിയായപ്പോൾ പിൻഗാമികളായി വെച്ചതിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രതിനിധാനമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തോടകാചാര്യൻ. എന്താ സംഭവം? അത് നമുക്ക് അറിയാത്തോണ്ട് സാരില്ല കേട്ടോ, നമുക്ക് അറിയാത്തോണ്ടാ. സംസ്കൃതത്തിലെ ഒരു വൃത്തത്തിന്റെ പേരാണ് തോടകം. നമ്മളെ പാട്ടിനൊക്കെ ഉണ്ടാവില്ലേ, മലയാള പാട്ടിനും മാപ്പിളപ്പാട്ടിനും ഒക്കെ രീതി. ഏറ്റവും ടഫായ ഒരു ഇശലാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് തോടകം. ശ്ലോകം ചൊല്ലിക്കൊണ്ട് വരുന്നു. സദസ്സിൽ വെച്ച് ഗുരുവന്ദനമായി നിരവധി ശ്ലോകങ്ങൾ. അതിൻ്റെ മുമ്പ് ഒരു പാട്ടിന്റെ ഒരു വരി പോലും പഠിക്കാത്ത, ക്ലാസ്സിൽ എല്ലാവരും അവഗണിക്കുന്ന, പിന്തള്ളുന്ന, ഓൻ പഠിക്കുന്നത്. അധ്യാപകർ ശ്രദ്ധിക്കണം, മാർക്കിടുന്നവർ ശ്രദ്ധിക്കണം, വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ശ്രദ്ധിക്കണം. ഭാരതത്തിന് വലിയ പ്രതിഭകളെ സമ്മാനിച്ചതൊന്നും വലിയ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ മാത്രമല്ല. മിടുക്കിനേക്കാളും വലുതാണ് ഗുരുത്വം. വീണ്ടും ആവർത്തിക്കുന്നു, ഗുരുത്വം എന്ന് പറഞ്ഞാൽ അത് അധ്യാപകരിൽ നിന്നാകാം. അത് നിങ്ങൾ സങ്കുചിതമായി കാണരുത്. ഗുരുത്വം ചിലപ്പോൾ നിങ്ങൾ ഈ സമയം നഷ്ടമായി എന്ന് കരുതരുത്. നിങ്ങൾക്ക് ഉമ്മയിൽ നിന്നത് വേണം, ഉസ്താദിൽ നിന്നത് വേണം, മാഷിൽ നിന്നത് വേണം, സദ്ഗുരുക്കന്മാരിൽ നിന്നത് വേണം. അന്ന് മുതൽ ഗിരിയുടെ പേര് തോടകാചാര്യൻ. പിന്നീട് അദ്ദേഹത്തിന് കൃപ ലഭിച്ച തോടക വൃത്തത്തിൽ ശങ്കരാചാര്യരെ സ്തുതിച്ചുകൊണ്ട് പാടിയ ശ്ലോകം ഇനി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചു നോക്കാം. ആ തോടക ശ്ലോകത്തിന്റെ ഭംഗി ഞാനത് കുറെ അധികം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുവിനെ വന്ദിക്കുകയാണ്. എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത്? ഒരു കവിത ചൊല്ലാത്ത, ഒരു വരി പാട്ട് പാടാത്ത, പഠനത്തിൽ തീരെ മിടുക്കനല്ലാത്ത തോടകാചാര്യൻ, മഹാനുഭാവനായ ശങ്കരാചാര്യരുടെ വിയോഗശേഷം മഠാധിപതിയായി 1-ാം സ്ഥാനത്ത് നിർദ്ദേശിക്കപ്പെട്ട ആളായിരുന്നു. പിന്നെ അദ്ദേഹം നിരവധി ശ്ലോകങ്ങളും. ഇത് ഇവിടുന്ന് തുടങ്ങുന്നത് എന്തിനാ? നമുക്ക് വരാം, നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഉമ്മയുടെ കൈവശം ഉണ്ട് ഈ നിധി, നമ്മുടെ ബാപ്പാടെ കയ്യിലുണ്ട് മക്കളെ ഈ നിധി. അവരിൽ നിന്ന് അത് സ്വായത്തമാക്കാൻ ഒരു നല്ല നിമിഷത്തിൽ അവരൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. പടച്ചോനെ, എൻ്റെ മോനെ കടാക്ഷിക്കണേ, എൻ്റെ മോനെ ഗുരുത്വത്തിലാക്കണേ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സാമൂഹ്യ പാഠത്തൊന്നും സയൻസ് പാഠത്തൊന്നും ഒന്നും കിട്ടൂല ഈ ക്ലാസ്.